ഇറാനെതിരായ US-ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചും അനുകൂലിച്ചും ലോകരാജ്യങ്ങൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തെ ഇറാന്റെ സഖ്യകക്ഷി കൂടിയായ റഷ്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. ഐക്യരാഷ്ട്രസഭ അംഗമായ പരമാധികാര സ്വതന്ത്ര രാജ്യത്തിനെതിരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകോപനമില്ലാത്ത സായുധ ആക്രമണമാണിതെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആണവ പദ്ധതിയിൽ ആശങ്കയുണ്ടെന്ന് വാദിച്ച് ഇറാനിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് US-ഉം ഇസ്രയേലുമെന്ന് മന്ത്രാലയം തുറന്നടിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിലടക്കം തലങ്ങും വിലങ്ങും പ്രത്യാക്രമണം നടത്തുന്ന ഇറാനെയാണ് ഇപ്പോൾ കാണാനാകുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയധികം ആയുധം ഇറാന്റെ പക്കൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. തങ്ങളുടെ ആയുധ ശേഖരത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ തന്നെ അതിന് ഉത്തരം നൽകിയപ്പോൾ ചർച്ചയാക്കുന്നത് വിഷയത്തിൽ റഷ്യയുടെയും ചൈനയുടെയും ഇടപെടലാണ്. റഷ്യയും ചൈനയും ഇറാന് വാരിക്കോരി ആയുധങ്ങൾ നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് പ്രസിഡന്റ് ട്രംപിനെ പോലും അമ്പരപ്പിച്ചുവെന്നാണ് വാർത്തകൾ. ലോകത്തിന്റെ ശ്രദ്ധ പശ്ചിമേഷ്യയിലേക്ക് തിരിഞ്ഞതോടെ യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യ അപ്രമാദിത്വം ഉറപ്പിക്കുക കൂടി ഇതിലൂടെ ചെയ്തിട്ടുണ്ട്. ഇറാൻ യുദ്ധം റഷ്യക്ക് നൽകുന്ന നയതന്ത്രപരവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾക്ക് വഴിവെച്ചിരിക്കുക കൂടിയാണ്. അധികാരമേറ്റതു മുതൽ ഇറാനെ ഒരു പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച ട്രംപ് തന്റെ മുഴുവൻ സൈനിക സാമ്പത്തിക വിഭവങ്ങളും പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ടു. ഇത് യുക്രൈനിലേക്കുള്ള അമേരിക്കൻ സഹായം ഗണ്യമായി കുറയാൻ കാരണമായി. ഇസ്രയേലിനും ഗൾഫ് സഖ്യകക്ഷികൾക്കും നൽകുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും വെടിക്കോപ്പുകൾക്കും മുൻഗണന നൽകുന്നതിനാൽ യുക്രൈനിലേക്കുള്ള നാറ്റോ ആയുധ വിതരണം 60% കുറഞ്ഞു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ഫിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മുഴുകിയതോടെ യുക്രൈൻ യുദ്ധം ഒരു രണ്ടാം നിര വാർത്തയായി മാറി. ഇത് റഷ്യക്ക് യുക്രൈനിലെ തന്ത്രപ്രധാനമായ കിഴക്കൻ മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ അവസരമൊരുക്കി. ഇറാൻ യുദ്ധം മൂലം കുതിച്ചുയരുന്ന എണ്ണവില നിയന്ത്രിക്കാൻ ട്രംപിന് റഷ്യൻ എണ്ണ വിപണിയിലെത്തിക്കേണ്ടി വന്നു. റഷ്യൻ എണ്ണ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം നീക്കിയതോടെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് റഷ്യൻ എണ്ണ തടസ്സമില്ലാതെ ഒഴുകുന്ന കാഴ്ചയുമുണ്ടായി. ബാരലിന് $150 മുകളിൽ എണ്ണവില എത്തിയതോടെ റഷ്യയുടെ വിദേശ നാണ്യശേഖരം റെക്കോർഡ് വേഗതയിൽ വളരുകയാണ്. ഇത് യുക്രൈൻ യുദ്ധത്തിനായി കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ പുടിനെ സഹായിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്യാസ് വിതരണം അസ്ഥിരമായതോടെ യൂറോപ്പ് വീണ്ടും റഷ്യൻ ഗ്യാസിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ പുടിന് പുതിയ ആയുധം നൽകി. ഇറാനുമായും ഇസ്രയേലുമായും ഒരേ സമയം ബന്ധം പുലർത്തുന്ന പുടിൻ ഒരു സമാധാന ചർച്ചാ വക്താവായി സ്വയം അവരോധിക്കുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇറാൻ യുദ്ധം ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയായതോടെ അവർ പൂർണ്ണമായും റഷ്യൻ എണ്ണയെ ആശ്രയിക്കാൻ തുടങ്ങി. റഷ്യ ചൈന അച്ചുതണ്ട് മുമ്പത്തേക്കാളും ശക്തമായത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ ഈ യുദ്ധം പുടിനെ സഹായിച്ചു. ഗൾഫിൽ യുദ്ധമുണ്ടാക്കുന്ന അമേരിക്കൻ നയങ്ങൾക്കെതിരെ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ റഷ്യക്ക് അനുകൂലമായി അണിനിരത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇറാൻ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുന്ന പല പാശ്ചാത്യ ആയുധങ്ങളുടെയും ദുർബലതകൾ റഷ്യൻ ഇന്റലിജൻസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഇത് റഷ്യൻ ആയുധങ്ങൾ പരിഷ്കരിക്കാനും യുക്രൈനിൽ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും അവരെ സഹായിക്കുന്നു. ലോകശ്രദ്ധ ഗൾഫിലായപ്പോൾ യുക്രൈനിന്റെയും സഖ്യകക്ഷികളുടെയും നിർണായകമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ റഷ്യ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു. ഇത് പലപ്പോഴും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. യുദ്ധം മൂലം റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഡിമാൻഡ് കൂടിയത് റഷ്യയിലെ സാധാരണക്കാർക്കിടയിൽ പുടിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങൾ പരാജയപ്പെട്ടുവെന്ന തോന്നൽ റഷ്യൻ ജനതയ്ക്കിടയിൽ ശക്തമായി. ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും റഷ്യൻ എണ്ണയും ഗ്യാസും ഇല്ലാതെ ലോക വിപണിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന അവസ്ഥ സംജാതമായി. ഇത് റഷ്യയെ ലോക രാഷ്ട്രീയത്തിലെ അനിവാര്യ ഘടകമാക്കി മാറ്റി. അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും ഒരേ സമയം 2 യുദ്ധങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ
യുക്രൈനിൽ റഷ്യയുടെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു. അമേരിക്കൻ ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള റഷ്യയുടെ നീക്കത്തിന് ഈ യുദ്ധം വേഗത കൂട്ടി. ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ അമേരിക്കയുടെ ആധിപത്യം കുറയ്ക്കാൻ കാരണമാകും. ഇറാൻ യുദ്ധം പശ്ചിമേഷ്യയെ തകർക്കുമ്പോൾ അതിന്റെ ചാരത്തിൽ പറന്നുയരുന്നത് പുടിന്റെ റഷ്യയാണ്. സാമ്പത്തികമായും സൈനികമായും റഷ്യ നേടിയ ഈ മുൻതൂക്കം വരും ദശകങ്ങളിലെ ലോക രാഷ്ട്രീയത്തെ നിർണയിക്കുമെന്നുറപ്പാണ്. മാത്രമല്ല, അമേരിക്കയുമായുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ സുപ്രീം ലീഡർ മൊജ്തബ ഖമേനി തള്ളി. രണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ വഴി കൈമാറിയ വെടിനിർത്തൽ കരാറിനോടാണ് ഇറാൻ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇറാനെതിരെ ശക്തമായ സൈനിക നീക്കങ്ങൾ തുടരുന്നതിനിടെയാണ് പുതിയ നീക്കം. അമേരിക്കയെയും ഇസ്രയേലിനെയും മുട്ടുകുത്തിക്കാതെ പിന്നോട്ടില്ലെന്ന കർശന നിലപാടാണ് മൊജ്തബ ഖമേനി സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ശത്രുക്കൾ പരാജയം സമ്മതിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. തന്റെ ആദ്യ വിദേശനയ യോഗത്തിലാണ് പുതിയ സുപ്രീം ലീഡർ ഇത്രയും കടുത്ത നിലപാടുകൾ വ്യക്തമാക്കിയത്. തന്റെ പിതാവ് അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് അദ്ദേഹം. ഇതേ തുടർന്ന് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും സംഘർഷാവസ്ഥയും കൂടുതൽ സങ്കീർണമായി തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നതുൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഇറാന്റെ തീരുമാനം. ഇത് ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കുന്നതിനും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമായിട്ടുണ്ട്. അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നു. 3 ആഴ്ചയായി തുടരുന്ന യുദ്ധത്തിൽ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാവുകയും ചെയ്തു. സമാധാനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കാനാണ് അമേരിക്കയുടെയും നീക്കം.